നമസ്തേ. ഇപ്പോൾ നമ്മോടൊപ്പം ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഹിന്ദു സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജയൻ ചേരുന്നുണ്ട്. ജയനോട് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഹിന്ദു സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. നമസ്തേ. സ്വാമി ശരണം. എന്തൊക്കെയാണ് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഹിന്ദു സമാജത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? ഞങ്ങൾ എല്ലാം മാസഭജനയും മുടങ്ങാണ്ട് നടക്കുന്നുണ്ട്. അതെല്ല മന്ത്രി മാസാവസാനത്തെ ശനിയാഴ്ച എല്ലാവരും കൂടി ഒത്തുകൂടും. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നാമസങ്കീർത്തനമാണ് നിങ്ങൾ സാധാരണ ചെയ്യാറ്? സാധാരണ ചെയ്യുന്ന 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുട്ടികൾക്കുള്ള കഥകൾ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പുതിയ തലമുറയെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട്. 2019 എന്തെങ്കിലും പുതിയതായ ഒരു ആശയം ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഹിന്ദു സമാജം ഇവിടുത്തെ ജനങ്ങൾക്ക്, ഡാർബിയിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഹിന്ദു ഒരു ഒത്തൊരുമ ഇല്ലായിരുന്നു. ഈ ഡർബി നോട്ടിക്കാം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഒത്തൊരുമയായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് മറ്റുള്ള ജാതിക്കാർക്ക് എന്ത് തോന്നും എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിന് എന്ത് തോന്നും, അത് കാരണം അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞങ്ങളൊരു 3 പേര് കൂടിയിട്ടാണ് ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് ഹിന്ദു സമാജം എന്ന് പറയുന്ന ഒരു സമാജം, ഹിന്ദു ഒത്തൊരുമ ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി നടത്തിക്കൊണ്ട് പോകുന്നത്. ക്രൈസ്തവ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു വിചാരത്തെ എങ്ങനെയാണ് മറികടക്കുക? അത് നമ്മൾ ഒത്തൊരുമ, ഹൈന്ദവരെല്ലാവരും കൂടി ജാതി മതം മറന്ന് എല്ലാ ഹൈന്ദവരും കൂടി ഒന്നിച്ചാലേ നമുക്ക് ഒരുമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ശക്തമായ അടിത്തറയോടുകൂടി ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഹിന്ദു സമാജത്തിന് മാത്രമല്ല മൊത്തമുള്ള ഹിന്ദു സമൂഹത്തിന് UK മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശ്രീ ജയൻ പറയുന്നത്. വളരെ നന്ദി ജയൻ. നന്ദി, നമസ്കാരം.